പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ 2 ക്യാൻറ്റീനുകളിൽ ഒന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് വയറിളക്കവും ദേഹാസ്വസ്ഥ്യവും അനുഭവപ്പെട്ടത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാണ്. ഇന്നലെ രാവിലെ മുതൽ പൈപ്പിൽ കലക്കുവെള്ളമായിരുന്നതിനാൽ ഉച്ചയ്ക്ക് മിക്കപേരും ഭക്ഷണം കഴിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്നലെ നൈറ്റിൽ ഫുഡ് കഴിച്ചതിന് ശേഷം കുറേ കുട്ടികൾ വയറിളക്കമായിട്ടും ഛർദിയായിട്ടുമൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 15-ലധികം തന്നെ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. പിന്നെയും കുട്ടികൾ പലരും മോർണിംഗിലാണെങ്കിലും നൈറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. 2 o'clock 3 o'clockനൊക്കെ നമ്മളിവിടെ അഡ്മിഷന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രോബ്ലംസ്, അബ്ഡോമിനൽ പെയിൻ ആയിട്ടും അല്ലാണ്ടൊക്കെ. ഇപ്പം സാനിറ്റേഷൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. മാഡംസ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പല കാരണങ്ങളും നമുക്ക് എന്താ പറയുക, പാറ്റി ആയിട്ടൊക്കെ പലവട്ടം കിട്ടിയിട്ടുണ്ട്. പാറ്റിന് പുഴുവിനൊക്കെ പല സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു. കൃത്യമായി ശുദ്ധജലം ലഭിക്കാറില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച 5 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഹോസ്റ്റലിലേക്കുള്ള ശുദ്ധജല പൈപ്പിലേക്ക് ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം കലർന്നിരുന്നു. പുറത്തുനിന്നുള്ളവർ കരാർ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്. മീഡിയ 1 കോഴിക്കോട്.